അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വസീയത്താണ്, ഒരു ഉപദേശമാണ് തഅല്ലുമുൽ ഇൽമു ശർഈ, ശർഈയായ വിജ്ഞാനം പഠിക്കുക, അത് നുകരുക എന്നത്. ശർഈയായ വിജ്ഞാനം എന്ന് പറയുമ്പം നമ്മൾക്ക് നിർബന്ധമായും പഠിക്കേണ്ട നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ കർമ്മങ്ങൾ, കുടുംബവുമായി ജീവിക്കുമ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ, നമ്മളൊരു പൊതു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ബിസിനസ്, കച്ചവടം, തൊഴിൽ, മറ്റു കാര്യങ്ങൾ, കൂട്ടുകാർ, ഇത് ഒരു സാമൂഹിക ജീവി എന്ന നിലക്ക് നമ്മളുമായി ബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും പ്രാഥമികമായ അറിവ് നമ്മൾക്ക് നിശ്ചയമുണ്ടായിരിക്കുക എന്നതാണ് ശർഈയായ ഇൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടത് ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്. അള്ളാഹുവിലുള്ള വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസം, അതൊക്കെ കൃത്യമായിരിക്കണം. അതിലൊന്നും ഒരു പാളിച്ചകൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ശർഈയായ അറിവ് പഠിക്കുക എന്നുള്ളത് ഒരു വസീയത്തായി പറയുന്നത്. ഇൽമ് ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ പുതിയ ട്രാപ്പുകളിൽ വേഗം പെടും. ആരെങ്കിലും ഒരു സിദ്ധൻ അല്ലെങ്കിൽ ഒരു വലിയ ആളെ വന്നിട്ടുണ്ട്, 4 പുതപ്പും അതുപോലെ തന്നെ 4 5 വിരലിലും മോതിരമൊക്കെ ഇട്ട ആള് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോയേക്കാം. ജ്ഞാനമില്ലാത്ത ആൾക്ക് അതൊക്കെ തോന്നും. അപ്പം ശർഈയായ വളരെ ബേസിക് ആയിട്ടുള്ള അറിവ് നേടുക എന്നത് നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് വതഅല്ലമൻ ഇൽമൻ യുസഹിഹു ത്വാഅതൻ, വതഅല്ലമൻ നിശ്ചയമായും നിങ്ങൾ അറിവ് പഠിക്കണം. യുസഹിഹു ത്വാഅതൻ എന്തിനാണ്? നിങ്ങൾ ചെയ്യുന്ന നന്മകൾ ശരിയാവാൻ വേണ്ടിയാണ്. നിയത്തില്ലാതെ ഒരാൾ കുളിച്ചാൽ ആ കുളി ശരിയാവില്ല. നിയത്തില്ലാതെ വുളൂ ശരിയല്ല, നിയത്തില്ലാത്ത നിസ്കാരം ശരിയല്ല. അപ്പം നിയത്ത് അറിയാത്ത ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, നിയത്ത് വെക്കാതെയാണ്, ഒരു കാര്യം ഉണ്ടാവില്ല. സക്കാത്ത് കൊടുക്കുമ്പോൾ അതുപോലെ മുഴുവൻ കർമ്മങ്ങളുടെ കാര്യത്തിലും അത് ബാധകമാവും. അതുപോലെ തന്നെ അഖീദത്തൻ നിങ്ങളുടെ വിശ്വാസം ശരിയാവുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മുസക്കിയൽ ഖൽബ് നിങ്ങളുടെ ഹൃദയ വിശുദ്ധിയാക്കാൻ വേണ്ടിയും, ഹൃദയത്തെ തെറ്റുകളിൽ നിന്നും മാറ്റി നന്മയിൽ അധിഷ്ഠിതമായ മനസ്സും ഹൃദയവും കർമ്മങ്ങളും ഒക്കെ വിശ്വാസവും ഒക്കെ ശരിയാവുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ നിർബന്ധമായും അറിവ് പഠിക്കണം എന്ന് പറഞ്ഞത്. ഹാദി സലാസത്തു ഫർളു ഐനിൻ, ഈ മൂന്നെണ്ണവും നമ്മളുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട, ഹൃദയശുദ്ധിയുമായി ബന്ധപ്പെട്ട, ഹൃദയശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വഭാവ സംസ്കരണമാണ്, ഇതുമായി ബന്ധപ്പെട്ട മൂന്നെണ്ണം ഫർളു ഐനാണ്, ഓരോ വ്യക്തിയും പഠിക്കേണ്ടതാണ്. ഫാരിഫൻ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞാനത് പഠിച്ചിങ്ങനെ ഇരുന്നാൽ പോരാ, വഅമൽ ബിഹ, ഈ മൂന്നെണ്ണവും നിങ്ങൾ പഠിച്ചതു പ്രകാരം പ്രവർത്തിക്കുകയും വേണം. അങ്ങനെ നിങ്ങൾ അമല് ചെയ്യുകയാണെങ്കിൽ തഹ്സുൽ നജാത്തൻ, നിങ്ങൾക്ക് രക്ഷ ലഭിക്കും, നിങ്ങൾ സ്വർഗത്തിലെത്തും, നരകത്തിൽ നിന്നും മോചിതപ്പെടുകയും സ്വർഗപ്രവേശനം സാധ്യമാവുകയും ചെയ്യുന്നതാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട